ഈ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ പരിഹസിച്ച സമരനായകന്മാർക്ക്, പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള സമരനായകന്മാർക്ക് സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തി നാറ്റിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ജനങ്ങൾ തന്നെ ഓരോ ചതിയും കുത്തിപ്പൊക്കി അവസാനം അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമസ്കാരം. അപ്പോ നമ്മളുടെ സുരേഷ് ഗോപി കലുങ്ക് സംവാദവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും വിവാദമായ ഒരു സംഭവമാണ് ആലപ്പുഴയിൽ എയിംസ് വരണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് ആലപ്പുഴക്കാർക്കാണ് അതിനുള്ള യോഗ്യത എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം പല വേദികളിലും സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം പലരും അവരവരുടെ നാടുകളിൽ വേണം എന്ന് BJP-ക്കാർ മാത്രമല്ല 3 മുന്നണിക്കാരും ആവശ്യം ഉന്നയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ എയിംസ് എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് ശേഷം ചർച്ചാ വിഷയമാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ആലപ്പുഴക്കാര് എയിംസിന് യോഗ്യരാണ് എന്നുള്ളതിന് ഒരു ന്യായീകരണം അദ്ദേഹം തന്നു. അതായത് ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന വികസനം എത്താത്ത ഒരു പ്രദേശമാണ്. അവിടെയുള്ളവരാണ് നല്ല ചികിത്സ അർഹിക്കുന്നത്. കാരണം അവിടെയാണ് ചികിത്സയ്ക്കുള്ള നല്ല സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, സമരങ്ങൾ നശിപ്പിച്ച നാടാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സമരങ്ങൾ നശിപ്പിച്ച നാട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലർക്കൊക്കെ ചൊടിച്ചു. അങ്ങനെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. അതായത് ഈ എയിംസ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കാൻ റെഡിയാണ് എന്ന് കാണിക്കുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാനാണ് പറഞ്ഞത്. അവസാനം കൃത്യമായിട്ട് ഈ മന്ത്രിസഭ തന്നെ ഒരു പ്രാവശ്യം ഒരു ജില്ല മാത്രം കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതും അതിനുശേഷം 3 ജില്ല കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതും അതിൽ ആലപ്പുഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ഭരണപക്ഷത്തിന് തന്നെ സമ്മതിക്കേണ്ട ഒരു ഗതികേടും വന്നു. അതിനുശേഷം വന്നത് നമ്മുടെ സജി ചെറിയാനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സുരേഷ് ഗോപി കളിക്കുന്നത് തട്ടുപൊളിപ്പൻ രാഷ്ട്രീയമാണ്. അത് ആലപ്പുഴയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് പൊട്ടന്മാരല്ല, ഇത് തൃശ്ശൂരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് ആലപ്പുഴയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, ഇത് തൃശ്ശൂരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരുകാര് പൊട്ടന്മാരാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. അങ്ങനെ തൃശ്ശൂരുകാരെ അധിക്ഷേപിച്ചു എന്ന് തന്നെ പറയാം. പിന്നെയുള്ള വീരവാദം എന്ന് പറയുന്നത് ഇന്ന് എയിംസ് അനുവദിക്കും എന്നുള്ള ഉറപ്പ് തന്നു കഴിഞ്ഞാൽ നാളെ 11 മണിക്ക് സ്ഥലം ചൂണ്ടിക്കാണിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനുശേഷം 2 ദിവസം മുമ്പ് വീണ്ടും വേറൊരു മന്ത്രി കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സ്ഥലം കൊടുക്കാൻ കേരള സർക്കാർ റെഡിയാണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെ എയിംസ് വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപി ഒന്നും അറിയാതെ പ്രസ്താവനകൾ ഇറക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ അദ്ദേഹം പ്രസ്താവന ഇറക്കില്ല എന്നുള്ളത് നമുക്ക് മുൻകാല ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോ ഇപ്പൊ ഈ എയിംസ് എന്ന് പറയുന്ന വിഷയത്തിലെ സത്യത്തില് ഈ ഓരോ പാർട്ടിക്കാരും, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, പ്രധാനമായിട്ട് LDF, അതിൽ തന്നെ CPIM, ഈ CPIM-കാർക്ക് സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തി നാറ്റിച്ച ഒരു അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഓരോ ചരിത്രമായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആലപ്പുഴക്കാരെ ചതിച്ച ചരിത്രം എന്ന് പറയുന്നത്. അതിന് ഈ സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് വേണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പല കൂട്ടായ്മകൾ രൂപീകരിച്ച്, ജനകീയ കൂട്ടായ്മകൾ രൂപീകരിച്ച് എയിംസ് അവരുടെ നാട്ടിൽ വരണം എന്ന് പറഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും യോഗങ്ങൾ നടന്നു, ഒപ്പുശേഖരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പല പരിപാടികളും പ്ലാൻ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഇവർ ഓരോരുത്തരും കാലാകാലങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുന്നണികൾ എന്ന് പറയുന്നത് ആലപ്പുഴക്കാരെ പറഞ്ഞ് പറ്റിച്ച കഥകള് പുറത്തു കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ. അതായത് ഈ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതായത് ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പുറക്കാടുള്ള ഗാന്ധിവനത്തിനായിട്ട് സർക്കാർ ഏറ്റെടുത്ത ഒരു സ്ഥലമാണ്. അത് 174 ഹെക്ടർ ഭൂമിയാണ് അവിടെ ഉള്ളത്. അതിൽ 8 ഏക്കറോളം കരഭൂമിയാണ്, ബാക്കി ചതുപ്പ് അല്ലെങ്കിൽ പാടം എന്നുള്ള രീതിയിലൊക്കെ കിടക്കുന്ന ഒരു ഭൂമിയാണ്. ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇൻഫോർ പാർക്കിന് വേണ്ടി കല്ലിട്ട ഒരു സ്ഥലമാണ്. ആ കല്ലിടലോടുകൂടി ആലപ്പുഴക്കാരുടെ ആ ഒരു സ്വപ്നം അവിടെ അവസാനിച്ചു. അതായത് ചതിച്ചു സർക്കാർ. അവിടെ ഒരു പണി നടന്നില്ല. ഇപ്പോഴും കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി രണ്ടാമത്തെ ഭൂമി എന്ന് പറയുന്നത് എക്സൽ ഗ്ലാസ് ഫാക്ടറിക്കായിട്ട് ചേർത്തലയിൽ ഏറ്റെടുത്ത സ്ഥലമാണ്. അതും ചുമ്മാ കിടക്കുകയാണ്. മാത്രമല്ല 2 വർഷം മുമ്പ് എന്തോ സിലിക്ക മണൽ അവിടെ നിന്ന് കടത്തുന്നു എന്നുള്ള ഒരു സംഭവം പുറത്തു വന്നിട്ട്, അതായത് ഹൈവേക്ക് വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അവിടുത്തെ മതില് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അങ്ങനെയാണ് അതിന്റെ അകം ജനങ്ങൾ കാണുന്നത്. അവിടെ എത്രയോ ടിപ്പറുകളാണ് കിടന്നിരുന്നത്, ടോറസുകൾ, ഈ മണൽ കടത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ടോറസുകളൊക്കെ നിമിഷ നേരം കൊണ്ട് ചില അധികാരികളൊക്കെ വന്നപ്പോൾ
സ്ഥലം വിട്ടു, മുങ്ങി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം ഇപ്പൊ ചുമ്മാ കിടക്കുകയാണ്, അതും ഏക്കർ കണക്കിനുണ്ട്. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഉദയ സ്റ്റുഡിയോയുടെ നമ്മള് സുരേഷ് ഗോപി തന്നെ ചൂണ്ടിക്കാണിച്ച ആ ഒരു സ്ഥലം 300 ഏക്കറോളം സ്ഥലമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നാലാമത്തേത് ഹരിപ്പാട് NTPCക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്ത ഒരു സ്ഥലമുണ്ട്, അതും 150 ഏക്കറിലധികം സ്ഥലമുണ്ട്. അതും ഇപ്പോ വെറുതെ കിടക്കുകയാണ്. അതായത് ഫ്ലോട്ടിംഗ് സോളാർ പാനൽസോ എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല, ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ ഇതെല്ലാം പറഞ്ഞു പറ്റിച്ച ഭൂമികളാണെന്ന് ഓർക്കണം. ഇനി അഞ്ചാമത്തേത് നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തോട് ചേർന്നുള്ള ഒരു സ്ഥലമുണ്ട്. അതും ചെറിയൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി ഏക്കർ കണക്കിന് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് വെറുതെ കിടക്കുകയാണ്. അങ്ങനെ 5 ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ പുറത്തോട്ട് വരും എന്നുള്ള അറിയില്ല. അപ്പൊ ചേർത്തലക്കാർക്ക് അവരുടെ അവിടെ സർക്കാർ പറഞ്ഞു പറ്റിച്ച് സർക്കാർ ഏറ്റെടുത്ത ഭൂമി ചൂണ്ടിക്കാണിക്കാനുണ്ട്, ഹരിപ്പാട് ഇതേപോലെ തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട്, നൂറിനാട് ചൂണ്ടിക്കാണിക്കാനുണ്ട്, പുറക്കാടുകാർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അങ്ങനെ ഈ CPMകാർക്ക് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് 2 മുന്നണികളും ഇത്രയും നാള് തറക്കല്ലിടൽ ചടങ്ങ് മാത്രമാണ് ആലപ്പുഴയിൽ നടത്തിയിരുന്നത്. ധാരാളം ഏക്കർ സ്ഥലം ഏറ്റെടുക്കലും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ആലപ്പുഴക്കാരെ ചതിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ എനിക്ക് ഈ മന്ത്രിമാരോടാണെന്നുണ്ടെങ്കിലും പാർട്ടിക്കാരോടാണെന്നുണ്ടെങ്കിലും പറയാനുള്ളത്, ഈ സുരേഷ് ഗോപിയോട് തർക്കിക്കാൻ പോവാതെ ഈ രംഗത്തിറങ്ങിയിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്.